ഖബറിന്റെ ചാരത്തുകൂടെ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ആ ഖബർ കാണുമ്പോൾ ജനങ്ങൾ ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അതാ ഖബറിന്റെ മുകളിലേക്ക് ജനങ്ങൾ വീഴുകയാണ്. ആ ഖബറിന്റെ മുകളിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഫയഖൂലു യാ ലൈതനീ കുന്ത മകാന സ്വാഹിബി ഹാദിഹിൽ ഖബർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ റഹ്മാനെ. പടച്ചവനെ, എല്ലാവർക്കും മക്കളുണ്ട്, എനിക്ക് മക്കളില്ലല്ലോ അല്ലാ. പടച്ചവനെ, എത്ര കൊല്ലമായി കടങ്ങളുമായി ഞാൻ ഇങ്ങനെ കിടക്കുകയാ, പലിശയുമായി ബന്ധപ്പെട്ട് ലോണിൽ കുടുങ്ങിപ്പോയി, ഏത് കച്ചവടം തുടങ്ങിയാലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ പടച്ചവനെ, എന്തേ അല്ലാ ഞാൻ മാത്രം രക്ഷപ്പെടാത്തത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേ അല്ല ഞാൻ മാത്രം നേരെയാകാത്തത്? എല്ലാം എനിക്കിങ്ങനെ തടസ്സങ്ങളാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തരാത്തത്? അള്ളാഹുവിന്റെ സഹായം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കിട്ടാത്തതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ പോരായ്മകൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കില്ലാതെ പോയത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം ഇല്ലേ, ഏത് കച്ചവടം തുടങ്ങിയാലും നഷ്ടത്തിലായി പോകും. എത്രയൊക്കെ കാലം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊരു വീടില്ല, സമാധാനമായിട്ടൊരു ജീവിതമില്ല. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം, ചുമ്മാതെ ചെയ്താ പോരാ. ഒരു കട തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോ പോയി കട തുടങ്ങിയാ പോരാ. ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോ ഒരു വീട് വെച്ചാ പോരാ. അത് ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്താലേ നിനക്ക് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സംരക്ഷണം നിന്റെ ജീവിതത്തിൽ ബർക്കത്തും ഉണ്ടാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരാൾക്ക് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരാൾക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീട് വെക്കണമെങ്കിൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? പറ മനുഷ്യന്മാരെ, ആദ്യം എന്തേ ചെയ്യേണ്ടത്? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ ആരെങ്കിലും മറുപടി പറ. ഒരാൾക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? സ്ഥലം വേണം, പിന്നെ വേറെ സ്ഥലം, പിന്നെ അടുത്ത് എന്താ വേണ്ട? നല്ലൊരു എഞ്ചിനീയർ വേണം അല്ലേ, നല്ല ഒരു പ്ലാൻ വേണം, പിന്നെ കുറെ പൈസ വേണം അല്ലേ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുകയാ, ആദ്യം വേണ്ടത് എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ചാരി ഇരിക്കണ പുള്ളന്മാരൊക്കെ ഒന്ന് നേരെ ഇരിടാൻ മക്കളെ. പള്ളിക്കകത്ത് കയറി ഇരുന്നിട്ട് കാര്യം നീട്ടിയിരിക്കരുത്. അത് പ്രായമുള്ളവർ, സുഖമില്ലാത്തവരൊക്കെ ഇരിക്കണവരല്ല. കുട്ടികൾ പള്ളിക്കകത്ത്, പ്രത്യേകിച്ച് കിബിലയുടെ നേരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുട്ടികളെയൊക്കെ അൽഹംദുലില്ലാ, എനിക്ക് വലിയ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിന് വലിയ പ്രയാസം. ഇന്ന് ഇവിടുത്തെ പരിപാടി ആയതുകൊണ്ട് മാത്രം. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കരളില് മഞ്ഞപ്പിത്തം ബാധിച്ചു. ഇന്നലെ രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെ ആയിരുന്നു സർജറി. അദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ മാറ്റിവെച്ച കരള്, അതിനകത്ത് രക്തം ഓടുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് മാറ്റിവെച്ചതാ. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ രക്തം ഓടാതെ വന്നപ്പോ വീണ്ടും രണ്ടാമതും ഓപ്പറേഷൻ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വല്ലാത്ത വേദനയിൽ അവരെല്ലാവരും ഇപ്പം ഹോസ്പിറ്റലിലാണ്. ഞാൻ വരുമ്പോഴും ആ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വരിക. ഡോക്ടർമാര് പറഞ്ഞു, ഇത് ഫെയിലായി പോയാൽ കഴിഞ്ഞു, ഇനി അടുത്ത വേറെ എന്തെങ്കിലും. അപ്പോഴാണ് അൽഹംദുലില്ലാ, അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ കഴിയോ? മനസ്സിൽ വേദനകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ആ മഖാമിന്റെ ചാരത്തുകൂടെ പോകുമ്പോൾ ഒരു ഫാത്തിഹ ഓതുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഒരുപാട് ദുആ വസിയ്യത്ത് ചെയ്തവരാ അൽഹംദുലില്ലാ. അപ്പൊ ഉസ്താദിന്റെ ഉറൂസല്ലേ, ഒന്ന് പോയി ദുആ ചെയ്തിട്ട് വരാന്ന് കരുതി വന്നതാ. അള്ളാഹു ആ സഹോദരന് പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ടാമതും അതെല്ലാം കുത്തിപ്പറക്കി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഡോക്ടർമാര് നോക്കി നിൽക്കുക. ഇതുവരെ തിരിച്ചു ചെയ്തില്ല, കാരണം ബ്ലഡ് ഓടാൻ വേണ്ടി. അള്ളാഹു മഹാനവർ ശൈഖുനാ അവറുകളുടെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു ആ കുടുംബത്തോട് കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഞാനും നിങ്ങളും ഒരു കാര്യം തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും ബർക്കത്തും നിനക്കുണ്ടാകണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ടൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ടൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെ ഒരു കച്ചവടം തുടങ്ങാൻ. ചിലര് കച്ചവടം തുടങ്ങുമ്പോൾ പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ പറയുമല്ലോ, വീട് വെക്കാൻ പോകുമ്പോ പറയുമല്ലോ. ഇതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തൊരു സഹാബി കടന്നു വരികയാണ്. അവിടെ നിന്ന് തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സംരംഭത്തെ കുറിച്ച് മുത്തുനബിയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വീട് വെച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് സമാധാനമില്ലാത്തവര്, കട വെച്ചിട്ട് കയ്യിൽ ബർക്കത്തില്ലാത്തവര്, പടച്ചവനെ എന്ത് ചെയ്താലും നേരെയാകാത്തവര്, എല്ലാം ഉണ്ട് എങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ കഴിയുന്നവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ അഹദുകും ബിൽ അംരി ഫല്യുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീദ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, നീ അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീട് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, എഞ്ചിനീയറെ കാണാൻ പോകുന്നതിന് മുമ്പ്, പ്ലാൻ വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, പൈസ സ്വരൂപിക്കുന്നതിന് മുമ്പ് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? വീട് വെക്കണമെന്ന് ആഗ്രഹം വരുമ്പോ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് വെക്കണമെന്ന് ആഗ്രഹം വരുമ്പോ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് നിസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ഇസ്തിഖാറത്തിന്റെ നമസ്കാരമുണ്ടല്ലോ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിലിരുന്നുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനോട് പറയണം, വീടിന് കുറ്റിയടിക്കാൻ പോകുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, ഒരു കച്ചവടം തുടങ്ങാൻ പോകുകയാണ് പടച്ചവരെ, ഒരു പെണ്ണ് കാണാൻ പോകുകയാണ് പടച്ചവരെ, ജീവിതത്തിൽ അല്ലാഹുവേ ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. ഇത് ഖൈറാണോ ശർറാണോ എനിക്കറിയില്ല തമ്പുരാനെ, അതുകൊണ്ട് നാഥാ ഖൈറാണെങ്കിൽ നീ ഇത് തുറന്നു തരണേ അല്ലാ. പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ഇത് നല്ലതാണെങ്കിൽ നീ നടത്തി തരണം പടച്ചവനെ, ഇത് ശർറാണോ, ഇത് നഷ്ടമാണോ, ഇത് ദാരിദ്ര്യമാണോ, ഇത് കടത്തിലെത്തിക്കുമോ, എന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തുമോ, എന്റെ ജീവിതം തന്നെ തുലയ്ക്കുമോ, എങ്കിലും പടച്ച റബ്ബേ ഇത് നീ തട്ടിമാറ്റി തരണേ അല്ലാ എന്ന് നീ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു കാര്യവും നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ അല്ലാഹുവിന്റെ സഹായവും സംരക്ഷണവും ബർക്കത്തും വിജയവും നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് പറയണം, പടച്ചവനെ ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോകുകയാ, ഒരു ഷോപ്പ് ഇടാൻ പോകുകയാ, ഇത് നഷ്ടത്തിലാണെങ്കിൽ, ഇതുകൊണ്ട് എനിക്ക് രക്ഷയില്ലെങ്കിൽ അല്ലാഹുവേ നീ തടസ്സങ്ങൾ തരണം.
ഞാൻ പോകുന്ന വഴികളൊക്കെ അടയ്ക്കണം. അല്ലാഹുവേ നല്ലതാണെങ്കിൽ എനിക്ക് തുറന്നു തരണം എന്ന് ആദ്യം നീ ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ ഒന്നാമത് പറഞ്ഞു, നീ 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്യണം. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഇനിയെങ്കിലും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും സ്ഥിരതയും നൽകണേ അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, നീ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് പടച്ച റബ്ബിന്റെ സഹായം നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? അതിനെക്കുറിച്ച് അറിയുന്നവരോട് അവിടെന്ന് നീ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ, നിനക്ക് നീ ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഏതെങ്കിലും ഒരു പുതിയ കാര്യം നീ ചെയ്യാൻ തുടങ്ങുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ ബറക്കത്ത് വേണോ, പടച്ച റബ്ബിന്റെ സഹായം വേണോ, നീ മുശാവറ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രണ്ടാമതായിട്ട് പറയുന്നു. നീ ഒരു വീട് വെക്കാൻ പോകുമ്പോ, ഒരു കച്ചവടം തുടങ്ങാൻ പോകുമ്പോ, ഒന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ നീ എന്ത് ചെയ്യണം? നീ നിന്റെ വീട്ടിലെ കാരണവന്മാർ അല്ലെങ്കിൽ അറിവുള്ളവർ, നീ അവരോട് ഇതിനെക്കുറിച്ച് ഒന്ന് മുശാവറ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വന്തം തീരുമാനമെടുക്കണമെന്നല്ല, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനല്ല അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാണ്? പടച്ച റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ സമയമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചു കൂട്ടുകയാണ്. എല്ലാ മലക്കുകളെയും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, ഞാനതാ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലാഹുവിനത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അല്ലാഹുവാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നതിന്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനാണ് അല്ലാഹു. ഈ പറയുന്ന മലക്കുകളെ സൃഷ്ടിച്ചത് പോലും അല്ലാഹുവാണ്. പിന്നെ എന്തിനാണ് അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാ? ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തിനാണ് അല്ലാഹു ഇതിങ്ങനെ ചോദിച്ചതെന്നറിയുമോ? എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടി. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ അവിടെന്ന് പറഞ്ഞ മറുപടി അനുകൂലമല്ല, എനിക്കും നിങ്ങൾക്കും എതിരായിട്ടാണ്. അല്ലാഹുവിനോട് മലക്കുകൾ അവിടെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ പോയപ്പോൾ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിക്കുകയാ, ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാഹുവിന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ മലക്കുകളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാ. അല്ലാഹുവിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എന്നിട്ടോ അല്ലാഹു ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതീന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട് നീ ചോദിച്ചിട്ട് വേണം തുടങ്ങാൻ.
അറിവുള്ളവരോട് നീ ചോദിക്കണം. അത് ഏത് കാര്യമാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക്. റസൂലുള്ളാഹി തങ്ങളും അങ്ങനെയായിരുന്നു. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ സഹാബത്തിനെ വിളിച്ചു നിർത്തിയിട്ട് അഭിപ്രായം ചോദിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൻസാരികളായ സഹാബികൾ പറഞ്ഞു. എല്ലാവരോടും അല്ലാഹുവിന്റെ പ്രവാചകൻ അഭിപ്രായം ചോദിച്ചു. പക്ഷേ പ്രവാചകൻ അറിയാമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു ബദറിൽ നമ്മൾ ജയിക്കുമെന്ന്. ബദറിൽ മുസ്ലിമീങ്ങൾ ജയിക്കുമെന്ന് പ്രവാചകൻ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉത്ബത്ത് ഇവിടെ മരിച്ചു വീഴും, ശൈബത്ത് ഇവിടെ മരിച്ചു വീഴും, അബൂജഹൽ ഇവിടെ മരിച്ചു വീഴും. പ്രവാചകൻ സ്ഥലം വരെ തൊട്ട് കാണിച്ചു കൊടുത്തു. യുദ്ധത്തിന് മുമ്പേ, യുദ്ധം നടക്കുന്നതിന് മുമ്പേ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇവിടെ കിടക്കും, ഇവിടെ കിടക്കും, ഇവിടെ കിടക്കും. ഇങ്ങനെ ഓരോ ആൾക്കാരും മരിച്ചു വീഴുന്ന സ്ഥലം വരെ കാണിച്ചു കൊടുത്തു. സഹാബത്ത് പറയുന്നുണ്ട്, യുദ്ധം കഴിഞ്ഞപ്പോൾ പോയി നോക്കി, ഒരല്പം പോലും മാറിയിട്ടില്ല. അള്ളാന്റെ റസൂല് കാണിച്ചു കൊടുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് അവർ മരിച്ചു കിടന്നത്. അപ്പൊ യുദ്ധത്തിന് മുമ്പേ പ്രവാചകൻ അറിയാം മുസ്ലിമീങ്ങൾ വിജയിക്കുമെന്ന്. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മോനെ, വീട് വെക്കാൻ കുറ്റിയടിക്കുന്നതിന് മുമ്പ് വീട്ടിലെ കാരണവന്മാരോട് പോയിട്ട് നീ ചോദിക്കണം. നീ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നിനക്ക് അതിനെക്കുറിച്ച് അറിവുള്ളവരോട് നീ പോയി ചോദിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പെണ്ണ് കെട്ടുന്നതിന് മുമ്പ്, പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ്, മോനെ, നീ നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട് ചോദിക്കണം. എന്നിട്ട് വേണം അതിന് തയ്യാറാകാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ പിന്നെ അതൊന്നുമില്ല. ഒരെണ്ണത്തിനെ വിളിച്ചോണ്ട് വീട്ടിൽ കയറി വരും, അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആരോടും ചോദ്യവും പറച്ചിലൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് തീരുമാനമെടുത്തു, ഇപ്പൊ അനുഭവിച്ചു നോക്ക്. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ശുഅറാ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ 40-ാമത്തെ സൂറത്താണെന്ന് തോന്നുന്നു. ഒരു ഹാഫിദ് ഉണ്ടായിരുന്നല്ലോ, പോയപ്പോ ഒരു ഹാഫിദായ മകൻ. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ഉസ്താദെ, നിങ്ങളുടെ വയത് കേട്ടിട്ടാണ് ഞാൻ ഹിഫ്ള് പഠിക്കാൻ പോയത്. 2-3 ദിവസം മുമ്പ് ആ പൊന്നുമോൻ ഹാഫിളായി. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അല്ലാഹു പരിപൂർണമായി അല്ലാഹു ഓർമ്മശക്തിയും ബുദ്ധിയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അല്ലാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയും അല്ലാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷം. അൽഹംദുലില്ലാ. ഓൻ എന്റെ കൈ പിടിച്ചിട്ട് പോയെന്ന് തോന്നാ മുത്തല്ലിം. പോയപ്പോ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ വന്നിട്ട്, ഉസ്താദെ, നിങ്ങളുടെ വയത് കേട്ടിട്ടാ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ബറക്കത്ത് വേണോ? എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ഒന്ന് ആലോചിക്കണം. സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീ നിന്റെ കുടുംബക്കാരോട് അതിനെക്കുറിച്ച് മുഷാവറ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. 3-ാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ സഹായം നിനക്ക് കിട്ടണമെങ്കിൽ വേണ്ട 3-ാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നിനക്ക് വേണം. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നിനക്കുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ ഖലീലാണല്ലോ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഖലീലായത്? ഇബ്രാഹിം നബി എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഖലീലായത്? ഖലീലായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കൂ. ഇബ്രാഹിം നബി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, എപ്പോഴും കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ടല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാറില്ല. ഒരു ദിവസം അവിടെ നിന്ന് ഭക്ഷണം എടുത്തു വെച്ചു. അല്ലാഹു
അല്ലാഹുവേ തന്റെ കൂടെ കഴിക്കാൻ ആളില്ല, തന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആളില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഒരു പാവപ്പെട്ടവനെ തെരഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെരഞ്ഞു നടക്കുകയാണ്. കിലോമീറ്ററുകളോളം നടക്കുകയാണ്. അവസാനം തന്റെ പിടിച്ചു മടിയിൽ കിടത്തി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, അവിടുന്ന് മുത്തി നബിയോട് പറഞ്ഞു കൊടുത്തു, വല്ലാഹു യുഹ്സീകല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല, ഒരിക്കലും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈവിടൂല. കാരണം എന്തെന്നറിയോ? അവിടെയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്ക്, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാ, നിങ്ങൾ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാ, നിങ്ങൾ യതീമീങ്ങളെ സഹായിക്കുന്നവനാ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന് മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് എളുപ്പം കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നിനക്ക് ലഭിക്കണമെങ്കിൽ, നീ ആദ്യം ചെയ്യേണ്ടത്, പഴയ ആൾക്കാർ പറയും ഒരു സദഖ കൊടുക്കണമെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുട്ടികൾ പള്ളികളെ വഞ്ചിപ്പെട്ടിയിൽ ഒരു 10 രൂപ ഇട്ടിട്ട് പോകും. അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. പഴയ കച്ചവടക്കാരൊക്കെ കച്ചവടങ്ങൾക്ക് പോകുന്ന സമയം പള്ളിയുടെ വഞ്ചിയുടെ മുന്നിൽ ഒരു 5 രൂപ ഇട്ടിട്ട് പോകും. എന്തിന് സഹോദരങ്ങളെ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങിൽ ആദ്യമായിട്ടൊരു തേങ്ങ കിളിച്ചാൽ അതിലെ ഒന്നാമത്തെ തേങ്ങ പള്ളിക്കുള്ളതാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു കാലം. സുൽഫി, ഇതിന്റെ ഈ ഡിലേ ഒന്ന് കുറച്ച് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും, അപ്പൊ പിന്നെ ഏത് കാര്യത്തിനും ഉസ്താദിന് പൈസ കൊടുത്താൽ മാത്രമേ ശരിയാകൂ. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പൈസ കൊടുത്താൽ അതിനകത്ത് അല്ലാഹു അഭിവൃദ്ധി നൽകും. നൽകില്ലെന്ന് ആരാ പറഞ്ഞേ? കല്യാണം കഴിക്കാൻ പോകുന്ന, പെണ്ണ് കാണാൻ പോകുന്ന ചെറുപ്പക്കാരൻ, നീ ആദ്യം വന്ന് പള്ളിയിൽ ഉസ്താദിന് ഒരു 10 രൂപ കൊടുത്തിട്ട് പോ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ പ്രാവിനൊരു സദഖ കൊടുത്തിട്ട് പോ. നിനക്ക് നല്ല ഭാര്യയെ കിട്ടും. നിനക്ക് നല്ല ജോലിക്ക് പോകുന്നവൻ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജോലി അന്വേഷിച്ചു പോകുന്നവൻ അവനൊരു സദഖ കൊടുത്തിട്ട് പോകുന്നതിലൂടെ അവന്റെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പള്ളിക്കകത്തുണ്ട്. നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു. ഒരാളെ ഒറ്റയടിക്ക് കൊന്നു മൂസാ നബി അലൈഹിസ്സലാം. അവിടെ മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ, എങ്കിൽ ഞാൻ വെള്ളം കോരി തരാം. വലിയ വല്ലാത്ത ആരോഗ്യമുള്ള പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ പാത്രം വാങ്ങിച്ചു കൊണ്ടുപോയി വെള്ളം കോരിയിട്ട് ഈ 2 പെൺകുട്ടികളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. പെൺകുട്ടികൾ വെള്ളം കിട്ടിയ സന്തോഷത്തോടെ അൽഹംദുലില്ലാ അവര് വീട്ടിലേക്ക് പോയി. ചരിത്രം പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറി നിന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ആരും എനിക്കറിയില്ല പടച്ചവനെ, അന്യനാട്ടിൽ വന്നിരിക്കുക പടച്ചവനെ, എന്നെ നീ കൈവിടല്ലേ തമ്പുരാനെ. മൂസാ നബി ദുആ ചെയ്തു. ചരിത്രം പറയുന്നു മൂസാ നബി ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന. ആ മരത്തിന്റെ ചുവട്ടിൽ ഇന്നും ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിന്റെ യാത്രയിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിച്ചു, ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു, ഞങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചതിന് സമ്മാനം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ 2 പെൺകുട്ടികൾ വന്ന് വിളിച്ചു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങൾ വഴി പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വഴി അറിയില്ലെങ്കിൽ എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വഴുതിന് വന്നു, എനിക്ക് വഴി അറിയാതെ വന്നപ്പോ മുനീർ എന്റെ മുന്നിൽ ബൈക്കുമായിട്ട് പാഞ്ഞു. അങ്ങനല്ലേ? എടാ, വഴി അറിയാത്ത ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് എങ്ങനാ? മുന്നീ നടന്നു പോകും, നമ്മൾ പുറകെ പോകും. അങ്ങനല്ലേ? അങ്ങനാണോ? അല്ലേ? ആണോ? അല്ലേ? നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. അല്ലാഹുവേ, ഇങ്ങനാണെങ്കിൽ നാളെ പരലോകത്ത് എങ്ങനെയായിരിക്കും? അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹദീസിൽ പറയുന്നുണ്ട്, കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോ അന്നീ സലാം പറഞ്ഞത് ഉപകാരപ്പെടും.
അന്ന് ഈ സലാം പറഞ്ഞില്ലേ, ഇതിലെ ഒരാള് നരകത്തിലും ഒരാള് സ്വർഗത്തിലുമാണെങ്കിൽ ചിലപ്പോ ഈ സലാം പറഞ്ഞവനെ കാണും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി ഒരു സലാം പറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞങ്ങാതി വേണമെങ്കിൽ പരിചയപ്പെടും, ഉപകാരപ്പെടും. ഇരിക്കല്ലേ, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് കേറിയിരിക്കും. അപ്പൊ എന്താ പ്രതിഫലം കിട്ടിയത്? അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട സാലിഹത്തായ പൊന്നുമകളെ ശുഐബ് നബി വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജോലിയില്ല, ഇല്ലേ 11 കൊല്ലം ഇവിടെ ജോലി ചെയ്ത് 11 വർഷം 10-11 വർഷവും ജോലിയും കൊടുത്തു. ഒരു സാലിഹത്തായ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാ, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരു സദഖ കൊണ്ട് തുടങ്ങും. ഒരു സദഖ കൊടുത്തിട്ട് തുടങ്ങ്. ആ സദഖ കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതം സന്തോഷമാവുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം ഉണ്ടാവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നിനക്ക് വേണോ? അതിനൊരു എളുപ്പ വഴിയാണ് മുത്തുനബി പറയുന്നത്. ഒരായത്ത് ആ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടെന്നറിയുമോ? അല്ലാഹു നമ്മുടെ ഭവനം അങ്ങനെയാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് സമാധാനമുള്ള വീട്, അതാണ് ബർക്കത്തുള്ള വീട്, അവിടെയാണ് സന്തോഷമുള്ള വീട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ വീടെന്ന് വീട് മുന്നിലേക്ക് കടന്നുപോയ വാപ്പയെയും മകനെയും കാണാനില്ല. അങ്ങനെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുമ്പോ അതാ പടച്ചവനെ അങ്ങ് ദൂരെ നിന്ന് ഭർത്താവും മകനും നടന്നു വരികയാ. ഉമ്മ സുലൈ റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവ് വരാൻ താമസിച്ചപ്പോ വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ഭർത്താവിനെ കാണുന്നില്ല, മകനെയും കാണുന്നില്ല. കുറെ സമയം കഴിഞ്ഞ മകനാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. എന്തേ ഉപ്പ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരിക്കുന്നേ? മോനെ, ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, മോന് തിന്നാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യാ? അങ്ങനെ 3 പേരും കൂടെ അടുക്കളയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്തേ വഴി? ഭക്ഷണമെല്ലാം കൂടെ ഒരു പാത്രത്തിന്റെ അകത്ത് എടുത്തു വെക്കാം. എന്നിട്ട് എല്ലാവരും കൂടെ, നിങ്ങൾ 3 പേരും കൂടെ കഴിക്കാനിരിക്കണം. ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ച് നിങ്ങൾ 3 പേരും കൂടെ കഴിക്കാനിരിക്കണം. എല്ലാവരും പാത്രത്തിൽ കൈയിടുമ്പോ ഉമ്മ മോനോട് പറഞ്ഞു കൊടുക്കാം, മോനെ, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് എന്റെ മോൻ അങ്ങ് തട്ടിയാണ്, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് അണച്ചു കളയണം. ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ നിന്റെ വീട് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്ന അബൂ തൽഹ ഒരു പാവപ്പെട്ടവന് പട്ടിണി കിടന്ന് ഭക്ഷണം കൊടുത്തപ്പോ പറയാ, ഉമ്മ ദുആ ചെയ്യും, ഉമ്മ പൂട്ടി, എല്ലാം പൂട്ടി, അപ്പാണോ പോകണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് രാവിലെ കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാനോട് പറഞ്ഞിട്ട് പോകുന്ന മക്കൾ, വാപ്പയോട് പറഞ്ഞിട്ട് പോകുന്ന മക്കൾ. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് നമ്മളിൽ പലരും അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കാൻ, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചരിത്രം പറയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ സ്വഹാബിയാ, അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാ. ഈ സ്വഹാബിയാണ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നത്. അവിടെ നിന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ
സ്വഹാബികൾ അടുത്തു പോവുകയാണ്. എല്ലാവരും അടുത്തുകൂടി. എന്നിട്ട് അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് സ്വഹാബത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് പറയാൻ ആഗ്രഹമുണ്ട്. നാവ് പൊക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. സ്വഹാബികൾ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയേ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ സഹാബാ? അൽഖമ 5 നേരവും നിസ്കരിക്കാറുണ്ടോ സഹാബാ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാതെ വന്നപ്പോ റസൂലുള്ളാഹി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താ? അല്ലാഹുവേ, 5 നേരം നിസ്കരിക്കുന്ന സ്വഹാബിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അൽഖമ 5 നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയാ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? പടച്ചവനെ, കൊറോണ എന്ന് പറയുന്ന രോഗത്തെ പേടിച്ചിട്ട് വീടിന്റെ അകത്ത് നിന്ന് പള്ളിയിൽ വരാത്ത വാപ്പമാര് ഈ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ഒരു ദിവസം 5 നേരം ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ, നിന്റെ വീടിന്റെ അകത്ത് കേൾക്കുമല്ലോ പള്ളിയിലേക്ക് വരാൻ, വിജയത്തിലേക്ക് വായെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് മുഅദ്ദിൻ വിളിക്കുന്ന വിളി നിന്റെ വീട്ടിൽ കേൾക്കാമല്ലോ. നീ പള്ളിയിൽ പോകുന്നില്ല, കാരണം നിനക്ക് രോഗം വരുമെന്നുള്ള പേടിയാ. നിനക്ക് ഈ വൈറസ് രോഗം വരുമെന്നുള്ള പേടിയാ. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പടച്ചവനെ, നീളം ഇങ്ങനെ സഫിലകത്ത് 2 കൈയും ഇങ്ങനെ പിടിച്ചിട്ട് അകന്നകന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ബസിന്റെ അകത്ത് നോക്കിയിട്ടുണ്ടോ? എവിടെയാ സാമൂഹിക അകലമുള്ളത്? ബസ് സ്റ്റോപ്പിൽ നോക്കൂ, സൂപ്പർ മാർക്കറ്റുകളിൽ നോക്കൂ, മാർക്കറ്റുകളിൽ നോക്കൂ, കടത്തിണ്ണകളിൽ നോക്കൂ. അവിടെ പോയി നിൽക്കുമ്പോ നിനക്ക് സാമൂഹിക അകലമില്ല. അവിടെ പോകുമ്പോ നിനക്ക് കൊറോണ രോഗമില്ല. ചായക്കടയിലിരുന്ന് രാഷ്ട്രീയം പറയുമ്പോ നിനക്ക് ഈ രോഗത്തെ കുറിച്ച് പേടിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കാൻ നിനക്ക് ഈ രോഗം വരുമെന്ന് നീ ഭയക്കുന്നെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, വാപ്പാ, നിനക്ക് ഏറ്റവും വലിയ പേടി എന്തെന്നറിയുമോ ഉസ്താദേ? ഈ രോഗം വന്ന് മരിച്ചു പോകുമെന്നുള്ള പേടിയാണ്. എല്ലാവർക്കും ഈ രോഗം വന്ന് മരിച്ചു പോകുമെന്നുള്ള പേടിയാണ്. എങ്കിൽ ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ ഉറപ്പിച്ചു പറയുകയാ, ആർക്കാ രോഗം വന്നാലും നിനക്ക് വരൂല. എല്ലാവർക്കും പേടി എന്തേ? കൊറോണ വന്ന് മരിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ പള്ളി കയറാത്തെ? എങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ, ആർക്ക് കൊറോണ വന്ന് മരിച്ചാലും നമ്മളൊന്നും കൊറോണ വന്ന് മരിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ, അള്ളാഹിക്ക് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നാ നിങ്ങൾ കരുതിയേ? അല്ല. എടാ, കൊറോണ എന്ന് പറയുന്ന രോഗം വന്ന് മരിച്ച അവന് ഷഹീദിന്റെ കൂലിയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിന്റെ കൂലി പറയാൻ മടിവല്ലോ ഉണ്ടോ? എന്തിന്റെ കൂലി? അവൻ വന്ന് ഇവിടെ കൊറോണ രോഗം വന്ന് മരിച്ചവനെ JCBക്ക് കുഴിയെടുത്തിട്ട് പള്ളിക്കകത്തും കയറ്റത്തില്ല, വീട്ടുകാരൻ കാണിക്കത്തില്ല, കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് കബറടക്കാൻ പഹയന്മാര്. എടാ, ഓന് ഷഹീദിന്റെ കൂലിയാ. 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ഒന്നാമത്തെ രോഗം പ്ലേഗ് രോഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയായിരുന്നു. 6 രീതിയിൽ മരണപ്പെടുന്നവർക്ക് ദുരന്തങ്ങൾ ഉണ്ടായി മരിക്കുക, വീഴുക. ഈ പള്ളി ഇടിഞ്ഞു വീണ് നമ്മൾ മരിച്ചാൽ നമുക്ക് ഷഹീദിന്റെ കൂലി. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവന് ഷഹീദിന്റെ കൂലി. വയറിന്റെ ഉള്ളിൽ രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലി. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുമ്പോ ഈ രോഗം വന്ന് മരിച്ചവന് ഷഹീദിന്റെ കൂലിയാ. അപ്പൊ ഷഹീദിന്റെ മരണം കിട്ടാൻ പാപ്പ നീ ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്?
നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്? ഈ പള്ളി വന്നിട്ട് ഇമാമിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കുത്തണ 4 കുത്ത, ഓടി വന്നിട്ട് കാക്ക കൊത്തണ പോലെ ഒരു കൊത്തും കൊത്തിയിട്ട് ഇറങ്ങി ഓടുന്ന എനിക്കും നിങ്ങൾക്കും ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ആർക്കും ഈ രോഗം വരത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് വന്ന് മരിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ. അത് വന്ന് മരിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഖമർ റളിയല്ലാഹു തആല അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാക്ക് പൊങ്ങാതെ വന്നപ്പോ ഒന്നാമത് ചോദിച്ച ചോദ്യം നിസ്കരിക്കാറുണ്ടോന്നാ. നമ്മൾ നിസ്കരിക്കാറുണ്ട്, അതുകൊണ്ട് നമ്മുടെ അവസാനം നേരെയാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് 5 വഖത്ത് നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഇന്ന് 5 വഖത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് പേടിയുണ്ടോ നിങ്ങൾക്ക്? വേണ്ട, വെറുതെ എന്തിനാ ഞാൻ നാണം കെടുന്നേ? ചുമ്മാ ഞാൻ നാണം കെടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ, ഇതാ നമ്മുടെ അവസ്ഥ. പിന്നെ നമുക്ക് കിട്ടും. ഞാൻ ആരെയും കളിയാക്കിയതൊന്നുമല്ല, ഞാൻ ആരെയും കളിയാക്കിയതല്ല. സ്വന്തം ചിന്തിക്കാൻ സമയമായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചുമ്മാതല്ല കൊടുങ്കാറ്റും സുനാമിയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും നിപായും കൊടുങ്കാറ്റൊക്കെ വരുന്നത്. എങ്ങനെ വരാതിരിക്കും? നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. ഇതൊക്കെ വന്നില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 ഞാൻ പറഞ്ഞു വന്നതല്ല. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാതാപിതാക്കളോട് എങ്ങനാ അൽഖമയുടെ സ്വഭാവം? മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറുന്നത്? സഹാബികൾ പറഞ്ഞു, നബി, അൽഖമായിക്ക് ഉമ്മയാണുള്ളത്, ഉമ്മയോട് വലിയ സ്നേഹമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മാന് എല്ലാ ഖിദ്മത്തും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഉമ്മായിക്കൊരു പരാതിയുണ്ട്. അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവിന് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്തേ പരാതി എന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് കേട്ടോ, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് കേട്ടോ, പെങ്ങളെ, എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ. അള്ളാന്റെ റസൂലിനോടാണ് സ്വഹാബത്ത് പറയുന്നത്, നബിയേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന മകനാണ്, ഉമ്മയുടെ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന മകനാണ്, ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന മകനാണ്. പക്ഷേ അൽഖമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്തേ പരാതി എന്നറിയുമോ? എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാണ് നബിയേ. അൽഖമർ റളിയല്ലാഹു തആല അൻഹു എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്. എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നാ ഉമ്മാന് കൊടുക്കുന്നതിന് മുമ്പേ ഭാര്യയ്ക്ക് കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, ഉമ്മായിക്കത് വല്ലാത്ത വേദനയായിരുന്നു, ഉമ്മയുടെ മനസ്സിന് വല്ലാത്ത വേദനയായിരുന്നു. ഇത് പാപമാണെന്ന് പറയാൻ കഴിയുമോ? ഇത് പാപമാണെന്ന് പറയാൻ കഴിയുമോ? ഉമ്മാന് കൊടുക്കുന്നതിന് മുമ്പേ ഭാര്യയ്ക്ക് കൊടുക്കുമായിരുന്നു. ആദ്യം ചെന്ന് രഹസ്യങ്ങൾ പറയുന്നത് ഭാര്യയോടാണ്, പിന്നെയാണ് ഉമ്മയോട് പറയാറ്. ഈ ഒരു കാര്യം ഉമ്മയുടെ മനസ്സിന് വല്ലാത്ത വേദനയായിരുന്നു. ആ ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ആ സ്വഹാബിയുടെ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങാതിരുന്നതിന്റെ കാരണം അതാണെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി വേണോ? നിന്റെ വീട്ടിൽ ബർക്കത്ത് വേണോ? നിന്റെ മക്കളിൽ ബർക്കത്ത് വേണോ? നിന്റെ സമ്പാദ്യത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ ആരോഗ്യത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ ആയുസ്സിൽ ബർക്കത്ത് വേണോ? അല്ലാഹുവിന്റെ പൊരുത്തം വേണോ? മുത്തുനബിയുടെ പൊരുത്തം വേണോ? നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണോ? എങ്കിലേ നിന്റെ ജീവിതം നേരെയാവൂ, എങ്കിലേ നീ രക്ഷപ്പെടൂ. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്നവരോട് പൊരുത്തം ചോദിക്കണം. ഉമ്മാരോട് പോയി പറയണം ദുആ ചെയ്യാ, വാപ്പയോട് പോയി പറയണം ദുആ ചെയ്യാ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അസ്സലാമു അലൈക യാ അബീ
അസ്സലാമു അലൈക്കും യാ ദാറഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലാഹിഖൂൻ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി സലാം പറഞ്ഞത്, വാപ്പാനോട് പോയി അനുവാദം ചോദിക്കൂ, ഉമ്മയോട് പോയി അനുവാദം ചോദിക്കൂ. മരിച്ചവരെ കേൾക്കുമല്ലോ, മരിച്ചവരെ കേൾക്കുമല്ലോ. അത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകൻ തന്നെ നാവ് കൊണ്ടാണ് പറഞ്ഞു തന്നത്. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അതാ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ ചുവട്ടടിയുടെ ശബ്ദം കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിച്ചുപോയ മാതാപിതാക്കൾ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അനുവാദം ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നൽകിയതിൽ ബർക്കത്ത് വേണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം, ഖൈറും ഷർറും അള്ളാഹു തിരഞ്ഞെടുക്കാൻ. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് മഹാന്മാരോട്, നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട്, അറിവുള്ളവരോട് നീ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് മുഷാവറ ചെയ്യണം, ഒന്ന് ചർച്ച ചെയ്യണം. മൂന്നാമതായിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ തൃപ്തി വേണം, മുത്തുനബിയുടെ തൃപ്തി വേണം, മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ നന്മ കൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവർക്കും വീട്ടിൽ സമാധാനമില്ല. വലിയ വീടുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പണമുണ്ട്, സമാധാനമില്ല, സമാധാനമില്ല. സമാധാനം കിട്ടാനുള്ള വഴി എന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബറകതൻ അലൈഹി വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുന്നു, മോനെ അനസേ, നിന്റെ വീട്ടില് ബർക്കത്ത് വേണോ? നിന്റെ വീട്ടുകാർക്ക് ബർക്കത്ത് വേണോ? നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്, ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ബർക്കത്ത് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വയറുകഥാ ഭക്ഷണം കഴിച്ചാ വയറ് നിറയണോ? കിട്ടിയ പണം കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണോ? ഭാര്യയുടെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ അന്യ പെണ്ണിനെ തേടാതെ പടച്ചവനെ തൃപ്തിപ്പെടാൻ കഴിയണോ? മക്കളുടെ മുഖത്ത് നോക്കിയ കണ്ണിന് കുളിർമ വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബറകതാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനസേ, ഈ ഒരു കാര്യം നീ ചെയ്താ അല്ലാഹു നിന്റെ വീട്ടിലും നിന്റെ വീട്ടുകാരിലും ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്തുണ്ടാകും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. പറയാനൊരു മടി, ആദ്യം കേട്ടിട്ട് തീരുമാനിക്ക്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ നിന്റെ വീട്ടുകാരോട് സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എത്ര പേരാ പറയാറുള്ളത്? ഈ ഇരിക്കുന്നതിൽ എത്ര പേരാ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട് സലാം പറയുന്നത്? ഇനി പറഞ്ഞാൽ എത്ര പേര് പറയും അസ്സലാമു അലൈക്കും? ഇത്രയേ ഉള്ളൂ, പിശുക്കൻ. ഇത്രയേ ഉള്ളൂ, അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
സത്യത്തിൽ എങ്ങനാ സലാം പറയേണ്ടത്? പറ മനുഷ്യന്മാരെ, എങ്ങനാ സലാം പറയേണ്ടത്? എന്താ പറയാൻ മടി വല്ലതും ഉണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകാത്തു. എന്തേ അങ്ങനെ പറയാത്തെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു സഹാബിയോട് പറഞ്ഞു, മോനെ, നീ നിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയണം. സലാം പറഞ്ഞാൽ നീയും നിന്റെ വീട്ടുകാരും രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.